ദം ബിരിയാണിയാണ്. ഞാൻ ഇന്നൊരു 25 പേർക്ക് കഴിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ എന്തെല്ലാം നമുക്ക് നോക്കാം. 3 തക്കാളി, 6 സവാള, 1 ലിറ്റർ തൈര്, ഒരു വലിയ കഷ്ണം ഇഞ്ചിയും, ഒരു കുടം വെളുത്തുള്ളിയും, 6 പച്ചമുളകും ചതച്ചത്. അങ്ങനെ നമുക്ക് തൈര് ഒരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചതച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. രണ്ട് സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 4 സ്പൂൺ ഗരം ചിക്കൻ മസാല ചേർത്ത് കൊടുക്കാം. 4 സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കിയെടുക്കാം. ഇതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ കൂടി ചേർത്ത് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുക. ഇത് നമുക്ക് കൈ ഉപയോഗിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. മിക്സ് ചെയ്ത കൂട്ടിലേക്ക് നമുക്ക് ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ ചിക്കൻ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് 1 മണിക്കൂറെങ്കിലും അത് വെച്ചിരിക്കണം. അപ്പോൾ ചിക്കനിൽ അത് മസാലയെല്ലാം പിടിച്ച് ചിക്കൻ വെന്ത് കഴിയുമ്പോൾ നല്ല സോഫ്റ്റായിട്ട് കിട്ടും നമുക്ക്. അപ്പോൾ നമുക്കൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ട് കുക്കർ ചൂടായി കഴിയുമ്പോൾ 2 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഇനി നമുക്ക് 1 സ്പൂൺ പെരിഞ്ജീരകം, 2 ഗ്രാമ്പു, 2-3 കഷ്ണം കറുകപ്പട്ട, 2-3 ഏലക്ക, 2 ബേ ലീഫ്, ഇതെല്ലാം ചേർത്ത് നന്നായിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ അതൊന്ന് മൂത്ത് വരുമ്പോൾ നമുക്ക് അതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുക്കാം. കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം 3 തക്കാളി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒറ്റ വിസിൽ അടിക്കുന്നവരെ അത് വേവിച്ചെടുക്കണം. 1 വിസിൽ മതി, അന്നേരം ആ ചിക്കൻ പാകത്തിന് വെന്ത് കിട്ടും. ഇനി നമ്മൾ സവാള അരിഞ്ഞു വെച്ചിരിക്കുന്ന ആ സവാള നമുക്ക് എണ്ണയിൽ വറുത്ത് കോരാം. ഈ പാകത്തിൽ നല്ല ക്രിസ്പി ആയിട്ട് നമുക്ക് സവാള വറുത്ത് കോരാം. ഇനി നമുക്ക് ഈ സവാള വറുത്ത എണ്ണയിലേക്ക് തന്നെ ഒരു 50 ഗ്രാം കശുവണ്ടിയും കൂടി ഇട്ട് വറുത്തെടുക്കാം. കശുവണ്ടി നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കോരിയെടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് 50 ഗ്രാം കിസ്മിസും കൂടി ഇട്ട് വറുത്തെടുക്കാം. അപ്പോൾ വറുക്കാനുള്ള ഐറ്റംസ് എല്ലാം വറുത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അരി വേവിക്കാം. ഇനി നമുക്ക് ബിരിയാണിക്കുള്ള അരി വേവിച്ചെടുക്കാം. ഒരു പാത്രത്തിൽ വെള്ളം വെച്ചിട്ടുണ്ട്. വെള്ളം നന്നായിട്ട് ചൂടായി കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് 3-4 വഴനയില ഇട്ട് കൊടുക്കാം. 3-4 തണ്ട് കറുകപ്പട്ടയും ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് 5-6 ഗ്രാമ്പു കൂടി ചേർത്ത് കൊടുക്കാം.
ഇനി അതിലേക്ക് കുറച്ച് ഏലക്ക കൂടി ചേർത്ത് കൊടുക്കാം. ഇനി സാജീരകം 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. ഞാൻ അരി എടുത്തിരിക്കുന്നത് ബസുമതി റൈസാണ് എടുത്തിരിക്കുന്നത്. അതൊരു 10 മിനിറ്റ് നേരം വെള്ളത്തിലൊഴിച്ച് കുതിർത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ആ തിളച്ച വെള്ളത്തിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അപ്പോൾ അരി ഇട്ടു. ഇനി അരി ഇട്ട് തിളച്ചതിന് ശേഷം മാത്രം നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 10 മിനിറ്റ് കഴിയുമ്പോഴത്തേക്ക് അരി നന്നായിട്ട് തിളയ്ക്കും. അത് കഴിയുമ്പോൾ നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം. 2 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. നെയ്യും ഉപ്പും എല്ലാം ചേർത്ത് കഴിയുമ്പോൾ അരി തമ്മിൽ ഒട്ടാതെ കിട്ടും. അരി ഒരു പകുതി വേവായി കഴിയുമ്പോൾ നമുക്കൊരു നാരങ്ങ കൂടി പിഴിഞ്ഞ് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ അരി ഒരു 3/4 വേവാണ് ആയിട്ടുണ്ട്. അപ്പോൾ അന്നേരം നമുക്കത് കോരിയെടുക്കാം. കോരി വേറൊരു പാത്രത്തിലേക്ക് മാറ്റാം നമുക്ക്. അപ്പോൾ അരിയെല്ലാം ഞാൻ അതിൽ നിന്ന് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ദം ഇടാനുള്ള പരിപാടിയിലേക്ക് കിടക്കാം. അടിക്കട്ടിയുള്ളൊരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അത് ചൂടായി കഴിയുമ്പോൾ നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് പാത്രത്തിൻ്റെ എല്ലാ ഭാഗത്തും ആകുന്ന വിധം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന സവാള 2 പിടുത്തം എടുത്ത് പൊടിച്ച് നമുക്ക് അതിനകത്ത് ചേർത്ത് കൊടുക്കാം. ചുമ്മാ കൈ കൊണ്ടൊന്ന് ഞെരടി അതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ചിക്കൻ ആ പാത്രത്തിലിരുന്ന് ഒന്നുകൂടെ ഒന്ന് നന്നായിട്ട് തിള വന്നിട്ടുണ്ട്. അപ്പം നമുക്ക് അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന അരി അത് നമുക്ക് ചേർത്ത് കൊടുക്കാം. നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്നതിൽ പകുതി റൈസ് അതിൽ ചേർത്ത് കൊടുത്ത് അതിനുശേഷം നമുക്കതിൻ്റെ മുകളിൽ വറുത്ത് വെച്ചിരിക്കുന്ന സവാളയും കശുവണ്ടി മുന്തിരിങ്ങ എല്ലാം ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമുക്ക് കുറച്ച് മല്ലിയിലയും പുതിനയിലയും നിരത്തി ഇട്ട് കൊടുക്കാം. അപ്പോൾ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് 100 മില്ലി വെള്ളത്തിൽ കലക്കി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് അതിലേക്ക് 1 സ്പൂൺ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കട്ടിയിൽ തന്നെ ചടാൻ പാകത്തിന് നമുക്കത് ഒഴിച്ചു കൊടുക്കാം. നമുക്ക് റൈസിനൊരു മഞ്ഞ കളർ കിട്ടാൻ വേണ്ടിയാണ് ചെയ്യുന്നത്. ഇനി നമുക്ക് 2 സ്പൂൺ നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതേപോലെ തന്നെ നമുക്ക് ബാലൻസ് ഉള്ള അരിയും കൂടെ അതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുക. അരിയെല്ലാം ഇട്ടതിന് ശേഷം നന്നായിട്ട് നിരത്തി നമുക്കതിൻ്റെ മുകളിൽ കശുവണ്ടി മുന്തിരി നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ മല്ലിയിലയും പുതിനയിലയും മഞ്ഞൾപ്പൊടി കലക്കിയ വെള്ളവും നെയ്യും ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ദം ചെയ്യാൻ വേണ്ടി പാത്രത്തിൻ്റെ സൈഡിലെല്ലാം മൈദ കുഴച്ച് നമുക്ക് തേച്ച് കൊടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്ക് ഈ അടപ്പ് വെച്ച് മൂടി കഴിയുമ്പോൾ ഇതിനിടയ്ക്കൂടെ എയർ പോകാതിരിക്കാൻ വേണ്ടിയാണ് നമ്മൾ മൈദ വെച്ച് ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്ക് പാത്രം മൂടി വയ്ക്കാം. കറക്റ്റായിട്ടുള്ള അടപ്പ് വെച്ച് നമുക്കത് മൂടി വയ്ക്കാം. ആവി ശക്തമായിട്ട് വരുമ്പോൾ നമ്മുടെ ഈ മൂടി തള്ളി പോകാതിരിക്കാൻ വേണ്ടി അതിൻ്റെ മുകളിലേക്ക് കുറച്ച് വെയിറ്റ് വെച്ച് കൊടുക്കണം. അപ്പോൾ നമുക്കൊരു പാത്രം വെച്ചിട്ട് നല്ല തിളച്ച വെള്ളം അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ മുകളിൽ നിന്നുള്ള ചൂടും കൂടെ കിട്ടി ബിരിയാണി നന്നായിട്ട് ദമ്മായി കിട്ടും. അപ്പോൾ ഒരു 20 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമുക്കിത് ദം ചെയ്തെടുക്കാം. അപ്പോൾ 20 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ബിരിയാണി നമ്മൾ പുറത്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് തുറന്നു നോക്കാം. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടാണ്. നമുക്ക് ദം പൊട്ടിക്കാം. ഇപ്പോൾ നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. നന്നായിട്ട് ചൂട് എല്ലാം ആവിയെല്ലാം കയറി ഇലയെല്ലാം നന്നായിട്ട് വാടി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്
ഇതൊരു 25 പേർക്കുള്ള ബിരിയാണിയാണ്. നിങ്ങളപ്പോൾ 3-4 പേരാണെങ്കിൽ അതിനനുസരിച്ചുള്ള അരിയും ചിക്കനും എല്ലാം എടുത്ത് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് അമർത്തുക. മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ബൈ.